ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വാച്ചിങ്. പുറത്ത് കുറേ മാങ്ങ ഉണ്ട്, ഉണ്ടോ, പപ്പായ ഓക്കെ. ഒന്നുപോയി താഴൊന്നും വീണിട്ടില്ല, അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ടുഡേ സൺഡേ, പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല, അല്ലെങ്കിലും പ്രത്യേകിച്ച് വലിയ പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോവാണ്. എണീറ്റിട്ടൊരു ½ ആയിട്ടേ ഉള്ളൂ. പിന്നെന്താ, ജസ്റ്റ് ഫ്രഷായി വന്നു. പിന്നെന്താണ്, കിച്ചണിലോട്ട് പോവാണ്. കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സ്പെഷ്യൽ കടലക്കറി. ചിലപ്പോൾ ചോറുണ്ടാക്കും, എന്തെങ്കിലും ടിഫിൻ ഐറ്റംസും കാര്യങ്ങളും ഉണ്ടാക്കും. കടലക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇന്ന് അടിമോൾ സ്ഥലത്തില്ല. അടിമോൾ ഏച്ചി ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം ഇന്ന് പുറത്ത് പോവുക അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം വീട്ടിൽ ചില ആളുകൾ പറയും വെറും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഉള്ളതെന്ന്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ആക്ച്വലി. ചിലപ്പോൾ അവർക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാനും, ഞാനും ബോറടിച്ച് കുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണെന്നൊന്നും പറയുന്നില്ല, ഇങ്ങനെ പോവാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിൻ്റെ മുന്നേ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായത്. കുറച്ച് റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഒരു ടൈമിൽ സ്റ്റോപ്പായിപ്പോയി. ഇനിയും റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പം കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് എനിക്ക് വീഡിയോയിൽ കവർ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏച്ചൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളാവും. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാനല്ലാതെ കുറച്ചും കൂടി കളർഫുള്ളാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം അതുവരെ ഇങ്ങനെ പോയി പിടിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ മാറ്റി പിടിക്കും. ഈ കടല കുറേ നേരമായി വേവിക്കാൻ വെച്ചിട്ട് ഇനിയും വെന്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഇതെപ്പോൾ വെന്ത് ഞാൻ എപ്പം കഴിച്ച്. വിസിലടിക്കുന്നില്ല. ഞങ്ങൾ വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ വിസിലുമില്ല. ആര് കണ്ട് ലാസ്റ്റ് അടി പിടിക്കലായിരിക്കും. വിശന്നിട്ട് വയ്യേ. ഗൈസ്, ലഞ്ചിന് പടവലം ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, ചെറുതാണ്, എന്നാലും ഒരാൾക്കത് മതിയായിരിക്കുമല്ലേ. ഗൈസ്, കടലക്കറി റെഡിയാകുന്നു. സെയിം ടൈം ചായ. ഇത് ഇഞ്ചി ചായയാണേ. ഗ്യാസിൽ ഇവിടെ കുക്കിംഗ് നോക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കൊണ്ടുവച്ചിന്. പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പാടിക്കരിഞ്ഞ ഒരവസ്ഥയാണ്. ആക്ച്വലി ഇതിനെക്കാട്ടി കരിഞ്ഞ ഒരവസ്ഥയായിരുന്നു. ബട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതായി വരുന്നുണ്ട്. അതെന്താ അതിൻ്റെ കോലമെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താ പുകയൊക്കെ പുറത്താണ് കേട്ടോ പുക. എന്താ ഞാൻ വെച്ചിൻ്റെ കറിയിൽ നിന്ന് പറഞ്ഞ പുകയൊന്നും ശരിയാവും. ചിലപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റായി വന്നപ്പോഴേ ചെടി അവിടെയുള്ള കാര്യം ഞാൻ സത്യമായിട്ട് വിട്ടും പോയി. അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാനേ, അങ്ങനെ അത് കരിഞ്ഞ പോയ അവസ്ഥയാണ്. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചാൽ അത് കുടിക്കുള്ളൂ, അതിന് വേറെ ആരുമില്ല, ഞാനല്ലാതെ. ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് ഇഞ്ചി ചായ ഉണ്ട്, കടലുണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കാസിലിക്കുട്ടനും കടല കഴിച്ചിട്ടിരിക്കാം. എങ്ങനെയുണ്ട് കാസിലി? ഞാനിപ്പോൾ ഇഞ്ചിയും ജീരകവും ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണ്.
ഇതൊരു ഏകദേശം 2 ഗ്ലാസ് ഉണ്ട്. തിളപ്പിച്ചിട്ട് ചൂടാറിയ ശേഷം കുടിക്കും. ഗൈസ്, എൻ്റെ പണിയൊക്കെ ഫിനിഷ്ഡ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ചെയ്യുന്നത് അരി വർക്ക്, സിഗ്സാഗ് സ്റ്റിച്ച്. ഇത് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഈസിയാണ്. ഓക്കെ, ഇനിയുണ്ട്. ഞാനിവിടെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഓ മൈ ഗോഡ്, കാസ്ലി കുളിക്കുകയാണ്. വാ, ഞാൻ കുളിപ്പിച്ചേരാം കാസ്ലി. വാ ഇങ്ങോട്ട് വാ കാസ്ലി, വാ, ഞാൻ കുളിപ്പിച്ചേരാം. വാ. ഡോ 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 ഡോ. അത് പുറത്ത് വരുന്നില്ല. വന്നിട്ട് വേണം അതിനെടുത്തിട്ട് കുളിപ്പിച്ച് കൊടുക്കാൻ. കുടിക്കാൻ കൊടുത്ത വെള്ളം എടുത്തിട്ട് പൊളിച്ചിട്ടിരിക്കുക. ഇങ്ങോട്ട് വാ. എവിടെ? അപ്പം ഈ അരി വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ. ഈ പാറ്റേൺ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാൻ പോവാണ്. ഉപ്പേരിയാക്കി ചോറ്, കടലക്കറി. ഗൈസ്, നെക്സ്റ്റ് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഏച്ചി എനിക്ക് പാൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ചുരിദാറിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ തന്നിട്ടൊരു 1 വീക്കായി. ഇതുവരെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞു ഇപ്പോഴെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പകുതി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇനി പകുതി ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സമയം ഇപ്പം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം വർക്ക് സെറ്റ്. കാസ്ലി അതിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. വന്നിരിക്കും, എൻ്റെ ഷോൾഡറിലിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് പറന്നു പോകും. ഈ സ്ഥലം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് പറന്നു പോകാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നോട്ടേന്ന് വിചാരിച്ചു. കാസ്ലി ഡോ. ഓക്കെ, ഗൈസ്, ഞാൻ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുക. അപ്പം ഞാൻ ചായ ഉണ്ടാക്കണം. അപ്പം ആ പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈവനിങ് ആയി. ഞാൻ പുട്ടും കടലയുമാണ് കഴിക്കുന്നത്. പിന്നെ ചായയുണ്ട്. ഗൈസ്, ഞാൻ ഫ്രഷായിട്ട് വന്നു. ഇപ്പോൾ ഒരു സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് പരിപാടി എന്ന് വെച്ചാൽ എംബ്രോയ്ഡറി പഠിക്കുകയാണ്. പിന്നെ നോട്ട്സ് ഉണ്ട്, അതൊന്നും എഴുതും. പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതോടെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടക്കുകയാണ്. ഞാൻ ഇവിടെ താഴെ തന്നെയാണ് കിടക്കുക. ചെയർ ഇവിടെ എടുത്ത് വെക്കും. കാസ്ലി അവിടെയാണ് ഉണ്ടാവും നൈറ്റിൽ. ഞാനിവിടെയും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.